ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ബേബിയുടെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഒരുപാട് വ്യൂസും ലൈക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളിങ്ങനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നെ എന്താ പറയുക, എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും പറയാറ് വീഡിയോ കാണാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ അന്ന് ഈവനിങ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ സ്കൂൾ അവധിയായിരുന്നു, മഴ ആയതുകൊണ്ട്. അപ്പോൾ അന്നാണ് വീഡിയോ എടുക്കുന്നത്. അന്ന് ഈവനിങ് കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പാല് തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് കോഫി പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയത്ത് കോഫി കുടിക്കാൻ ഭയങ്കര രസമല്ലേ. എനിക്ക് ചായ അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിൽക്ക് കോഫിയാണ് ഇഷ്ടം. മറ്റേ കട്ടൻ കാപ്പിയില്ലേ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ പിന്നെ ഉമ്മയും അനിയനും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവർക്കും കോഫി ആക്കാമെന്ന്. അങ്ങനെ കോഫി ഉണ്ടാക്കാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് പരിപ്പ് വട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ എന്തായാലും പോവും. അതുകൊണ്ടാണ് സിങ്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇടാൻ തീരുമാനിച്ചേട്ടാ. അപ്പോൾ സയാന് കുറച്ച് ബൂസ്റ്റ് കലക്കി കൊടുത്തതാണ്. അപ്പോൾ അവൻ്റെ വിചാരം നമ്മളെല്ലാവരും ബൂസ്റ്റ് കലക്കിയ മിൽക്കാണ് കുടിക്കുന്നത്, ബ്രൗൺ മിൽക്കാണ് കുടിക്കണതെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സയാൻ ഇതുവരെ ഞാൻ കോഫിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പിള്ളേർക്ക് കോഫി കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് സയാൻ മിൽക്ക് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ സയാന് വേണ്ടി ഉഴുന്നുവട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സയാൻ പരിപ്പോടെ കഴിക്കില്ല, അപ്പോൾ ഉഴുന്നുവടയും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നല്ല മഴയും ചൂട് കോഫിയും പരിപ്പോടും കൂടി കഴിച്ച് ഈവനിങ്ങിൽ അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ. ഇന്ന് ഉച്ച വരെ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, നല്ല മഴയുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. സയാനെ ഇപ്പോൾ ഫുഡ് കഴിപ്പിക്കണം അല്ലെങ്കിൽ മിൽക്കൊക്കെ കുടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പക്ഷേ എന്നാലും സയാൻ്റെ മിൽക്കൊന്നും അനങ്ങിയിട്ടില്ല. നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കിയിട്ട് ചൂടുണ്ട് പിന്നെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിതാ സോയിനെ പ്ലേ മാറ്റ് വിരിച്ചിട്ട് കളിക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സയാനും അനിയനും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് മാറ്റൊക്കെ മാറ്റി അവർ രണ്ടുപേരും കൂടി ജീപ്പ് ഓടിച്ച് കളിക്കാൻ കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികളെ നോക്കുന്നതിനിടയിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നതെന്നൊക്കെ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തും. സമയം ഉണ്ടായിട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് വേണം. അപ്പോൾ ഇതാണ് കേട്ടോ സോയിക്കും സയാനും ഇടാനുള്ള ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ സോയിക്കും സയാനും ഇടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ സോയി ഇത്ര നേരം ഉറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. 7 മണിക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 8 മണിക്കായിരുന്നു കേട്ടോ എല്ലായിടത്തും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോകണം. ഫ്ലാറ്റിൻ്റെ മുകളിൽ പാർട്ടി ഹോളായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മുകളിൽ നിന്ന് 11th ഫ്ലോറിൽ നിന്ന് എടുത്ത വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോൺ കഴിക്കാത്ത ആൾക്കാർക്ക് കുറച്ച് വെജ് കറിയും ചപ്പാത്തിയും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ജോയ് ബേബി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 11th ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്, ഇറങ്ങിയിട്ടാണ്.
അങ്ങനെ ഇതാ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 8 മണിയായപ്പോഴത്തേക്കും ഓരോരുത്തർ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വിളിച്ച ഏകദേശം എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. പിന്നെ ഇത് നമ്മുടെ സജിത ആൻറ്റിയാണ് കേട്ടോ. സജിത ആൻറ്റിയുടെ മോളുടെ മക്കളാണ് രണ്ടുപേരും. അങ്ങനെ ആ ഫുഡ് സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോയിനെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരും എടുക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളിങ്ങനെ സംസാരിച്ച് തിരക്കിലൊക്കെ ആയപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്ലാറ്റിലെ ചേച്ചിമാരാണ് കേട്ടോ. പിന്നെ എന്താ അങ്ങനെ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ ജയ ചേച്ചി. നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബറാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെയുള്ള മിക്കവരും വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ടാ. സോയിക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൽ സയനും കൂടിയുള്ള ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സയനയും കൂടി കൺസിഡർ ചെയ്ത് കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച് ടാ. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.